കാര്യമായിരിക്കാം. എനിക്കൊരു സിനിമാ നടനാകണം, എനിക്കൊരു എഴുത്തുകാരനാകണം, എനിക്ക് ഇന്ന ആളാവണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു സ്വപ്നം എന്നത് അതൊരു അഗ്നിയാണ്. പൂരുരുട്ടാതിയിൽ ഗ്രഹങ്ങളുണ്ടാകുമ്പോൾ, കുംഭത്തിലായാലും മീനത്തിലായാലും പൂരുരുട്ടാതിയിൽ ഗ്രഹങ്ങളുണ്ടാകുമ്പോൾ ആ അഗ്നി അതങ്ങനെ കത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ. അതൊരു പ്രചോദനമാണ് ആ ഒരു അഗ്നി എന്നത്. നിങ്ങളുടെ ജീവിതം നിലനിർത്തുന്നത് അതിനൊരു കാരണമാണ് ആ അഗ്നി, ആ ജ്വലിക്കുന്ന അഗ്നി. ഈ അഗ്നി അങ്ങനെ ആളിക്കത്തി ജീവിതത്തിലെ റിയാലിറ്റി നിങ്ങളെ കാണിച്ചു തരും. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. സപ്പോസ് ഒരു ഉദാഹരണമാണ്, നിങ്ങളൊരു എഴുത്തുകാരനാവാൻ വിചാരിച്ചു, നിങ്ങളൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആകാൻ വിചാരിച്ചു. കുറേ റിയാലിറ്റി നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും. നിങ്ങളുടെ ജാതകത്തിനനുസരിച്ചിട്ട് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലാണ് അവരുടെ ലൈഫ് പാത്ത് ഉള്ളത്. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലാണ് അവരുടെ ആത്മാവിൻ്റെ ഉദ്ദേശം എന്താണ്. ഓരോ വ്യക്തിയുടെയും ദശാകാലങ്ങളാണ് അവരുടെ പ്രാരാബ്ധം എന്താണ് അവർക്ക് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം പറഞ്ഞു തരുന്നത്. പക്ഷേ ഇവിടെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 13 വയസ്സിൽ 15 വയസ്സിൽ ആഗ്രഹിച്ച ആ സ്വപ്നം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു അഗ്നി കെടാതെ അങ്ങനെ ജ്വലിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇത്ര വയസ്സായി എനിക്ക്, പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ആ മാർഗത്തിലൂടെ ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കിയ റിയാലിറ്റി എന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കാം. അതായത് എന്നെ തിരസ്കരിച്ച ആൾക്കാർ, എനിക്ക് ബ്ലോക്കേജ് തന്ന ആൾക്കാർ, അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ മൂലമായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കാര്യമാണോ ഏത് വ്യക്തികളാണോ ആ ഒരു ബ്ലോക്കേജ് സൃഷ്ടിച്ചത്, അതൊരു ആ ഒരു ബ്ലോക്കേജ് എന്നത് നിങ്ങളുടെ ഉള്ളിലൊരു അഗ്നിയായിട്ട് വളർന്നിട്ട് അതങ്ങനെ നിങ്ങൾ കെടാതെ സൂക്ഷിച്ചിട്ട് നിങ്ങളുടെ ആ അഗ്നി എന്നത് പിന്നീട് ആധ്യാത്മിക അഗ്നിയായിട്ട് മാറി നിങ്ങൾ കൂടുതൽ, അതായത് നിങ്ങളുടെ ആ ചെറിയ സ്വപ്നത്തെക്കാളും കൂടുതൽ ജ്ഞാനം വന്നിട്ട് നിങ്ങൾ കുറച്ചുകൂടി അവെയർ ആയിരിക്കുകയാണ്, റിയലൈസ് ആയിരിക്കുകയാണ്. അതാണ് പൂരുരുട്ടാതി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മീനത്തിന് ആ മോക്ഷരാശി എന്നത്. കുംഭത്തിൽ നിന്നാണ് ശനി അവിടെ വരുന്നത്. ഇച്ഛാപൂർത്തി കൂടി നേടിത്തരാൻ